ചെമ്മനാട്ടപ്പൻ മാഹാത്മ്യം. നമസ്കാരം, പ്രണാമം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആത്മീയ കേരളത്തിലെ അതിപവിത്രമായ എറണാകുളം ജില്ലയിൽ ഭക്താനന്ദപുരം തിരുവാണിയൂരിൽ ഒരു മഹാക്ഷേത്രമുണ്ട്. അതായത് മഹാവിഷ്ണുവും അതുപോലെ തന്നെ ഗരുഡനും ശ്രീകൃഷ്ണനും 3 ശ്രീലകങ്ങളിൽ 3 കൊടിമരങ്ങളോടുകൂടി വാഴുന്നൊരു മഹാക്ഷേത്രം. 1000-ലേറെ വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്, അതിൻ്റെ പവിത്രതകളിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ ക്ഷേത്ര മീഡിയ ക്ഷണിക്കുകയാണ്. പുരാതന കാലം മുതൽക്കേ ദേശവാസികൾ വൈകുണ്ഠവാസനായ ശ്രീ മഹാവിഷ്ണുവിനെ മോഹിനി സ്വരൂപ ഭാവത്തിൽ ആരാധിച്ചു വന്നിരുന്നതിനാൽ ചെമ്മനാട് വൈഷ്ണവ ഭക്തരുടെ നാട് എന്ന ഖ്യാതി നേടിയിരുന്നു. പിൽക്കാലത്ത് ദേശത്തിന്റെ ഉന്നതിക്കും സമ്പൽ സമൃദ്ധിക്കും മോഹിനി ഭാവത്തിലുള്ള മഹാവിഷ്ണു ഭഗവാൻ എന്ന അവരുടെ ചെമ്മനാട്ടപ്പനെ അല്പം കൂടി ഉയർന്ന ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കണം എന്ന ഉദ്ദേശ്യത്തോടെ ഓരോ കഴുക്കോലിലും ദശാവതാരങ്ങളും ശില്പങ്ങളും തീർത്തിട്ടുള്ള മനോഹരമായ ഒരു ശ്രീകോവിൽ അർദ്ധവൃത്താകൃതിയിൽ പണികഴിപ്പിച്ചു. പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് തന്ത്രിവര്യൻ സ്നാനാർത്ഥം കുളത്തിൽ ഇറങ്ങിയ സമയത്ത് അവിടെ നിന്നും ഒരു മരത്തിൽ നിർമ്മിതമായൊരു പെട്ടി പൊന്തി വന്നു. ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അഞ്ജനശിലയിലുള്ള 3 വിഗ്രഹങ്ങൾ കണ്ടു. അതിലേറ്റവും ചെറിയ ഒരു വിഗ്രഹമായ ശ്രീകൃഷ്ണനെ ആ പുതിയ ശ്രീലകത്ത് പ്രതിഷ്ഠിക്കാനായിട്ട് തീരുമാനിച്ചു. ഒരു അശരീരി കേട്ടു എന്നാണ് പറയുന്നത്. പ്രതിഷ്ഠാ സമയം സൂചിപ്പിച്ചുകൊണ്ട് ഒരു കൃഷ്ണപ്പരുന്തിന്റെ അഥവാ ഗരുഡന്റെ ആഗമനമുണ്ടാകും. ഏറെ നേരം കഴിഞ്ഞിട്ടും ഗരുഡനെ കാണാഞ്ഞ് തന്ത്രികൾ ശ്രീകൃഷ്ണദേവനെ പുതിയ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ച് അർഘ്യപാദ്യാദികളും അഭിഷേകാദി നിവേദ്യങ്ങളും നൽകി. അനന്തരം ശ്രീഭൂതബലിക്കായി പുറത്തിറങ്ങവേ ശബ്ദഘോഷത്തോടെ ചിറകടിച്ച് ഒരു വലിയ ഗരുഡൻ പുതിയ ശ്രീകോവിലിന്റെ കന്നിമൂലയിലുള്ളതും ഗരുഡ ശില്പം തീർത്തിട്ടുള്ളതുമായ 28ാമത്തെ കഴുക്കോലിൽ ശരിയായ പ്രതിഷ്ഠാ സമയം സൂചിപ്പിച്ചുകൊണ്ട് പറന്നു വന്നിരുന്നു. ആദ്യമായി ഗരുഡന് നാളികേര ഉദകമാണ് അഭിഷേകിച്ചത്. അതുകൊണ്ട് നിത്യവും ഇവിടെ ഗരുഡന് നാളികേര ഉദകത്താലാണ് അഭിഷേകം. ഒരു ദിവസം ഒരു തവണ മാത്രമേ ഇപ്രകാരം ചെയ്യാവൂ എന്നാണ് നിഷ്ഠ. ചോറ്റാനിക്കര ദേവിയുടെ സഹോദര സങ്കല്പത്തിലാണ് ഇവിടുത്തെ ചെമ്മനാട്ടപ്പൻ. അതുകൊണ്ട് മുൻകാലങ്ങളിൽ പറയെഴുന്നള്ളിപ്പ് പോകുന്ന സമയങ്ങളിൽ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ നമുക്ക് ഇറക്കിപ്പൂജയ്ക്ക് കിഴുക്കാവിലെ ആൽമരച്ചുവട്ടിലാണ് നമ്മളുടെ ഇറക്കിപ്പൂജ നടത്തിക്കൊണ്ടിരുന്നത്. മഹാവിഷ്ണു വാഹനമായ ഗരുഡനെ പുറത്തേക്ക് എഴുന്നള്ളിക്കാറില്ല എന്നത് ഒരു പ്രത്യേകതയാണ്. തന്റെ സ്വന്തം ചിറകിനാൽ പറന്ന് ദേശവാസികളെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കേണ്ടതില്ല എന്നാണ് വിശ്വാസം. ചെമ്മനാട് കരയിൽ യാതൊരു മാർഗവുമില്ലാതെ വന്നാൽ മാത്രമേ ഗരുഡ ഭഗവാനെ എഴുന്നള്ളിക്കാവൂ എന്നും സങ്കല്പമുണ്ട്. അപ്രകാരം ചെയ്താൽ ക്ഷേത്രത്തിനും ദേശത്തിനും സർവ്വമക്കൾക്കും സർവ്വതും ഭഗവാൻ നൽകിയിടുമെന്നാണ് സങ്കല്പം. കൈലാസ സമാനമാണ് ഇവിടുത്തെ ഉപദേവ പ്രതിഷ്ഠകൾ. ശ്രീ പാർവതി സമേതനായ ശ്രീ പരമേശ്വരൻ ക്ഷേത്രത്തിന് മുൻപിൽ വാസം ചെയ്യുന്നു. കൂടാതെ ശ്രീ ഗണപതി, ശ്രീ മുരുകൻ, ശ്രീ അയ്യപ്പൻ എന്നീ ചൈതന്യങ്ങളും ഉപദേവസ്ഥാനത്തുണ്ട്. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ശിവകുടുംബ ദർശന സൗഭാഗ്യം കൂടി ലഭിക്കുന്നു. ഗരുഡ സങ്കല്പം എന്ന് പറയുമ്പോൾ ഒരുപാട് സർപ്പദോഷങ്ങളും അതുപോലെയുള്ള രാഹുദോഷം, വാസ്തുദോഷങ്ങളും അങ്ങനെയുള്ള എല്ലാവിധ ദോഷങ്ങൾക്ക് പരിഹാരമാണ് ഗരുഡനെ ഭജിക്കുന്നതും ശക്തിയുക്തം വഴിപാടുകൾ ചെയ്യുന്നതും. ഒരുപാട് ജ്ഞാനദേശത്തു നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് അവരുടെ സങ്കടങ്ങൾ ഇവിടെ അർപ്പിച്ച് ഫലപ്രാപ്തി നേടിയ ചരിത്രങ്ങൾ തന്നെ ഇവിടെയുണ്ട്. കോക്രമന, ഐനിപ്പിള്ളി മന, ഈ 2 മനകളുടെ ഊരാഴ്മയിൽ ഉള്ളതാണ് ഈ ക്ഷേത്രം. കോക്രമനയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി രാജാവിൻ്റെ ആസ്ഥാന വൈദ്യ ചികിത്സ, വിഷചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനയായിരുന്നു കോക്രമന. അവർ ഉപാസിച്ചുകൊണ്ട് ഇരുന്നതായിരുന്നു ഇവിടുത്തെ ഗരുഡ ഭഗവാനെ. മകരമാസം 28-ാം നാൾ കൊണ്ടാടുന്ന 28 മുച്ചാൽ എന്ന വിശേഷാൽ ആചരണം ഗരുഡന്റെ പ്രതിഷ്ഠാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. മകരമാസത്തിലെ ചോതിയിൽ കൊടിയേറി തിരുവോണം നക്ഷത്രത്തിൽ ആറാട്ടോടുകൂടിയ ഉത്സവം, ശിവരാത്രി, കർക്കിടക മാസാചരണം, അഷ്ടമി രോഹിണി, നവരാത്രി ആഘോഷം, മണ്ഡല മാസാചരണം, അഖണ്ഡനാമ ജപം, വൃശ്ചികത്തിലെ 2ാമത്തെ ശനിയാഴ്ച നടത്തുന്ന ശാസ്താംപാട്ട് എന്നിവ ഈ ക്ഷേത്രത്തിലെ വിശേഷാൽ ദിനങ്ങളാണ്. കാളസർപ്പദോഷ നിവാരണം, രാഹുദോഷ നിവാരണം, കുട്ടികൾക്കും ഉണ്ടാകുന്ന വിവിധങ്ങളായ രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ശാശ്വത പരിഹാരം കാണുന്നതിനായി വിവിധ ദേശങ്ങളിൽ നിന്ന് നിരവധിയായ ഭക്തർ ഇവിടെ വന്ന് ചേരാറുണ്ട്. എല്ലാ 3 മാസം കൂടുമ്പോഴും പ്രത്യേകമായ കാളസർപ്പദോഷ നിവാരണ പൂജ ഇവിടെ നടത്തിപ്പോരുന്നതാണ്. ഈ വർഷത്തെ കാളസർപ്പദോഷ നിവാരണ പൂജ ആഗസ്റ്റ് മാസം 15-ാം തീയതി നടത്തപ്പെടുകയാണ്.
ആഗസ്റ്റ് മാസം 17-ാം തീയതി ചിങ്ങം 1-ാം തീയതി ഗരുഡപഞ്ചമി ദിനമാണ്. ഗരുഡപഞ്ചമി കേരളത്തിൽ ആചരിക്കുന്ന ഏക ക്ഷേത്രവും നമ്മളുടെ ക്ഷേത്രം തന്നെയാണ്. മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണനും തൃക്കൈവെണ്ണ, പാൽപ്പായസം, പുഷ്പാഞ്ജലി, ചന്ദനം ചാർത്തൽ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞ മഹാതുല്യം, അതേപോലെ തന്നെ വിഷപീഡകൾക്കും പക്ഷിപീഡകൾക്കും പ്രാധാന്യമായിട്ടുള്ള ഗരുഡസങ്കല്പത്തിലുള്ള പ്രതീക്ഷയും കേരളത്തിലെ അത്യപൂർവമായ ക്ഷേത്രമാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഉയർന്നു വരുന്ന വളർച്ചയ്ക്കായും അതുപോലെ ഭക്തജനങ്ങളുടെ സൗകര്യത്തിനുമായി നമ്മൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും ഇവിടെ ചെയ്തു വരുന്നുണ്ട്. ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണത്തോടൊപ്പം സാമ്പത്തിക സഹായം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇതുവരെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്, തുടർന്നും പ്രതീക്ഷിക്കുന്നതാണ്. ഓരോ ക്ഷേത്രവും നമ്മുടെയൊക്കെ ഗാത്ര സമാനമാണ്. സർവൈശ്വര്യങ്ങൾക്കും ശാന്തി സമാധാനങ്ങൾക്കുമായി നമുക്കൊരുമിച്ച് ഇങ്ങനെയുള്ള ഇപ്രകാരത്തിലുള്ള വളരെ വളരെ മഹത്തരങ്ങളായ ക്ഷേത്രങ്ങളെ നിലനിർത്തി പരിപാലിച്ചു വരണം. അതിന് നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള കൂട്ടായ്മ ഉണ്ടാവണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അപൂർവങ്ങളിൽ അപൂർവമായ ദർശന സൗഭാഗ്യം ലഭിക്കുന്ന ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രം ഓരോ ഭക്തഹൃദയത്തിലും അപൂർവമായ അനുഭൂതിയാണ് ഉണ്ടാക്കുന്നത്. ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രം ദർശനം മഹാപുണ്യം, സർവാഭീഷ്ട കാര്യസിദ്ധിപ്രദം.